ഇടുക്കി രാജാക്കാട് കോടികളുടെ പണം തട്ടിപ്പ്. സിനിമ, റിയൽ എസ്റ്റേറ്റ് പേര് പറഞ്ഞാണ് 30ഓളം ആളുകളിൽ നിന്നും 3 കോടിയിലധികം രൂപ തട്ടിയെടുത്തത്. പണം തട്ടിയെടുത്ത ആളിനെതിരെ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണം ശക്തമാണ്. പണമുള്ള ആളുകളുമായി അടുത്ത് ബന്ധം സ്ഥാപിക്കും, തുടർന്ന് താൻ സിനിമ നിർമ്മിക്കുന്നുണ്ടെന്നും ഇതിലേക്ക് പണത്തിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞാണ് കുറച്ച് ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്തത്. തട്ടിപ്പ് നടത്തുന്നതിനായി പ്രശസ്ത സിനിമാ താരങ്ങളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ കാണിച്ച് വിശ്വസിപ്പിക്കും. ഇത്തരത്തിൽ 5 ലക്ഷത്തിന് മുകളിൽ തുകയാണ് തട്ടിയെടുത്തത്. 30-ലധികം ആളുകളിൽ നിന്ന് 30 പേരിൽ നിന്നും മാത്രം തട്ടിയെടുത്തത് 3 കോടിയിലധികം വരും. ആളുകളെ വിശ്വസിപ്പിക്കുന്നതിനായി ഭാര്യയുടെ പേരിലുള്ള തിരിച്ചറിയൽ രേഖകളും മുദ്രപത്രവും ചെക്കും നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തുന്നത്. രാജാക്കാട് വെള്ളാപ്പള്ളിയിൽ അനൂപ് എന്ന യുവാവ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സമയത്താണ് ഇയാൾ അനൂപുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് വീട്ടിൽ നിത്യ സന്ദർശകനാവുകയും ചെയ്തു. അനൂപുമായി അടുത്ത് ബന്ധമുണ്ടാക്കിയ ഇയാൾ സിനിമയ്ക്ക് വേണ്ടി എന്ന പേരിൽ 20 ലക്ഷം രൂപ കടം വാങ്ങുകയായിരുന്നു. പിന്നീട് പണം ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തിരിച്ചു നൽകുവാൻ കൂട്ടാക്കിയില്ല. എൻ്റെ പേര് അനൂപ്. ഞാനൊരു ബ്ലഡ് ക്യാൻസർ പേഷ്യൻ്റാണ്. ഈ ജിൽജ മാത്യുവും സൗമ്യയും വർഷങ്ങളായി എൻ്റെ അയൽവാസിയാണ്. ഈ അസുഖബാധിതനായി വന്നിരുന്ന എൻ്റെ കയ്യിൽ നിന്നും ജിൽജ മാത്യുവും സൗമ്യയും അവർക്ക് പല പല ബിസിനസ്സുകളുണ്ടെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും എൻ്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകരാകുകയും ചെയ്ത് എൻ്റെയും കുടുംബത്തിൻ്റെയും വിശ്വാസ്യത നേടിയെടുത്തതിന് ശേഷം എൻ്റെ ബാങ്കിൽ എൻ്റെ വീട് കിട്ടിയ പണമുണ്ടെന്ന് ഇവന് വ്യക്തമായി അറിയുകയും ആ പണം ടാർഗറ്റ് ചെയ്ത് എന്നെ ഇവന് പലവിധ ബിസിനസ്സുകളുണ്ടെന്ന് വിശ്വസിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്നും ഏകദേശം 20 ലക്ഷത്തോളം രൂപ പല തവണകളായി തട്ടിയെടുത്തിരിക്കുകയാണ്. കട്ടപ്പന സ്വദേശിയായ യുവാവിൽ നിന്നും രാജാക്കാട് സ്വകാര്യ ആശുപത്രിയുടെ ഷെയർ ഉണ്ടെന്നും ആശുപത്രിയുടെ നവീകരണത്തിന് പണം വേണമെന്നും പറഞ്ഞ് 10 ലക്ഷം രൂപയാണ് ഇയാളിൽ നിന്നും തട്ടിയെടുത്തത്. ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ആളുകൾ ചേർന്ന് രാജാക്കാടിൽ ഒത്തുകൂടുകയും തുടർന്ന് 19 പേർ രാജാക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും പിന്നീട് ഒരന്വേഷണവും നടത്തിയിട്ടുമില്ല. അടിമാലി CA ഓഫീസിൽ ഇയാൾക്കെതിരെ പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ട്. തട്ടിപ്പ് നടത്തി സുഖജീവിതം നയിക്കുന്ന ഇയാൾക്കെതിരെ വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടും ഇയാളെ പിടികൂടാൻ ശ്രമിക്കാത്തതിൽ ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. സന്ദീപ് രാജാക്കാടിനോടൊപ്പം VS ഹൈദർ അലി, റിപ്പോർട്ടർ, ഇടുക്കി.